മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതിനിടയ്ക്ക് വരുന്നു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തായിരിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നടപടിക്ക് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. നടപടി പയ്യന്നൂരിലെ പാർട്ടി അംഗങ്ങളുടെ യോഗം വിളിച്ച് റിപ്പോർട്ട് ചെയ്യും. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, ഇന്നലെ തന്നെ പുറത്താക്കൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. അതിനിപ്പോൾ അംഗീകാരം നൽകിക്കൊണ്ടുള്ള തീരുമാനമാണോ ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ള വി കുഞ്ഞികൃഷ്ണനെതിരെ CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്ന നടപടി എടുത്തിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പങ്കെടുത്തുകൊണ്ട് ചേർന്നിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം പാർട്ടി കൈക്കൊണ്ടതാണ്. എന്നാൽ സംഘടനാ രീതി അനുസരിച്ച് അത് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പങ്കെടുത്തുകൊണ്ട് ചേർന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ നടപടി റിപ്പോർട്ട് ചെയ്തത്. എം വി ജയരാജൻ തന്നെയാണ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു തീരുമാനമായി ബന്ധപ്പെട്ട് ഒരംഗവും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തേക്ക് പോയിരിക്കുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. ആ നടപടിക്ക് അംഗീകാരമായിരിക്കുന്നു. ഇന്നലെ വരെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്ത്. കുഞ്ഞികൃഷ്ണനെതിരായ നടപടിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ്. സായികുമാർ കൂടിയുണ്ട് വിവരങ്ങളുമായി. സായി, ഇപ്പോൾ പുറത്തേക്ക് എന്നുള്ള തീരുമാനം ഏതാണ്ട് ഇന്നലെ തന്നെ വന്നതാണ്. അതിന് മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം കുഞ്ഞികൃഷ്ണൻ പറയുകയും ചെയ്താണ്. ഇത് പ്രതീക്ഷിച്ചതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നടപടിക്ക് അംഗീകാരമായിരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തായിരിക്കുന്നു. സായികുമാർ. സ്മൃതി, ഔദ്യോഗികമായി തന്നെ ആ തീരുമാനം CPIMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും 2 മണിക്കൂറിലധികം യോഗം ചേർന്ന് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിക്ക് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ആദ്യ അജണ്ടയായി തന്നെ ആ തീരുമാനം പരിശോധിച്ചു, അതിന് അംഗീകാരം നൽകുകയാണ്. അങ്ങനെ ഔദ്യോഗികമായി തന്നെ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തു പോവുകയാണ്. ഏകദേശം 50 വർഷക്കാലം പാർട്ടി അംഗമായിരുന്ന, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഇപ്പോൾ അദ്ദേഹം അതിഗുരുതരമായിട്ടുള്ള ഈ ഒരു ക്രമക്കേട് ആരോപണം ഉന്നയിക്കുകയും അതിനുശേഷം ഇപ്പോൾ പാർട്ടിക്ക് പുറത്തു പോവുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം ഈ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് താൻ ഇത് പ്രതീക്ഷിച്ചതാണ്. ഇങ്ങനെയൊരു നടപടി എടുക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വരും, അതിൽ നടപടികളിലേക്ക് പോകേണ്ടി വരും. അത് പാർട്ടിക്ക് ചെയ്യുമോ എന്നറിയില്ല. എന്തായാലും തനിക്കെതിരായിട്ടുള്ള നടപടി പ്രതീക്ഷിച്ചതാണ്. ഒരാഴ്ച മുൻപ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി. അന്ന് ഈ താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് രാഗേഷിനോട് പറയുകയും അതിൻ്റെ ഒരു പ്രിന്റ് ജില്ലാ സെക്രട്ടറിയെ കാണിക്കുകയും ചെയ്തിരുന്നു. അന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇതൊരു ബോംബാണ്, ഇത് ഒരു കാരണവശാലും നിങ്ങൾ പുറത്തിറക്കരുത് എന്ന ഒരു ആവശ്യം, ഒരു അഭ്യർത്ഥന ജില്ലാ നേതൃത്വം വി കുഞ്ഞികൃഷ്ണന് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അത് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരുപാട് വൈകിപ്പോയി എന്ന മറുപടിയാണ് കുഞ്ഞികൃഷ്ണൻ ജില്ലാ സെക്രട്ടറിക്ക് മുന്നിൽ വെച്ചത്. അന്ന് തന്നെ തനിക്കെതിരായിട്ടുള്ള ഒരു നടപടി ഉറപ്പായിരുന്നു എന്നാണ് അതേതാണ്ട് കുഞ്ഞികൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. ഞാൻ സായി വരാം തിരിച്ച് അർജുൻ കല്യാടിലേക്ക്. അർജുൻ, ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അതിന് നൽകുന്ന വിശദീകരണം എന്താണ്? എന്തുകൊണ്ട് പാർട്ടിക്ക് പുറത്ത് എന്നാണ് വിശദമാക്കുന്നത് പാർട്ടി? സ്മൃതി, കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളും എല്ലാം വാർത്താസമ്മേളനം നടത്തിയ ഘട്ടത്തിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. കാരണം ഈ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി യോഗത്തിലൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അന്വേഷണ കമ്മീഷനെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് അത് പരിശോധിക്കുകയും ചെയ്തതാണ്. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ഇത്തരം ഒരു സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി ഈ നിയോഗിച്ച അന്വേഷണ കമ്മീഷനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുശേഷം, അതായത് കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു പ്രതികരണം കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അത് രക്തസാക്ഷികളെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ആ രീതിയിൽ തന്നെയുള്ള ഒരു മയപ്പെടുത്തിയിട്ടുള്ള ഒരു നടപടിയല്ല. കൃത്യമായ രീതിയിൽ പാർട്ടിക്ക് പുറത്തേക്ക് തന്നെ കുഞ്ഞികൃഷ്ണന്റെ വഴി സ്വയം വെട്ടുകയായിരുന്നു എന്ന് തന്നെയാണ് പാർട്ടി നേതാക്കൾ വിലയിരുത്തുന്നത്. എന്തായാലും ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കാനുള്ള ജില്ലാ സെക്രട്ടറി
സെക്രട്ടേറിയറ്റ് യോഗത്തിന് സംസ്ഥാന കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചർച്ച നടത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുകയും അതിനകത്ത് നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകുകയുമായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നത്. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതാണ്. ശരി, അർജുൻ കല്യാൺ